ആവിഷ്കാരത്തിൽ വൈവിധ്യമുണ്ട്. അത് വിഭാഗീയതയല്ല, ഒന്നിൻ്റെ തന്നെ പലതരത്തിലുള്ള പ്രകടനമാണ്. അതാണ് സൃഷ്ടി. അതായത് പ്രളയം എന്ന് പറഞ്ഞാൽ ലയം എന്നർത്ഥം. പ്രളയത്തിൽ എന്താ കാണുക? വെള്ളം മാത്രമേ കാണൂ, വേറെ ഒന്നുമില്ല. അത് മതിയോ? പ്രാദേശിക തലം മുതൽ അന്താരാഷ്ട്ര തലം വരെ ശ്രദ്ധിച്ച സർവ്വസ്ഥലത്തും കലഹപ്രവണതയാണ്. നാടക നടൻ, അതോടൊപ്പം സിനിമാ താരം, അങ്ങനെ കലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും സ്ഥിര സാന്നിധ്യമായിട്ടുള്ള തൃശ്ശൂർക്കാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ നന്ദകിഷോറേട്ടനാണ് നമ്മുടെ കൂടെ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ കലാപൂരം തുടങ്ങിയിട്ട്? കലാപുരം ഇത് 64ാമത്തെ കലോത്സവമാണല്ലോ. അപ്പോൾ 64 കലകൾ എന്നാണ് പ്രാചീന നമ്മൾക്ക് പറയുക. അപ്പോൾ ഇത് 64 കലകളുടെയും ഉത്സവമാണ് വാസ്തവത്തിൽ. 64 കല എന്ന് പറയുമ്പോൾ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയിന്ന് ദേവിയുടെ നാമങ്ങളിൽ ഒന്നുണ്ട്. ചതുഷ്ഷഷ്ടി കലാമയി ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ 64 കലകളും ചേർന്നാണ് ദേവി പ്രപഞ്ചശക്തി. അപ്പോൾ പ്രപഞ്ചം നിർമ്മിച്ച് അത് കലയാണ്. പ്രപഞ്ച നിർമ്മാണം തന്നെ ഒരു സൃഷ്ടി തന്നെ ഒരു കലയാണ്. അത് നമ്മൾ നോക്കിയാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് സൃഷ്ടി. അതെൻ്റെ ഗുരുനാഥൻ മഹർഷി മഹാവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ പറഞ്ഞത്, ചേരാത്തവയൊത്തു ചേർക്കും മിടുക്കിൻ്റെ ചാരുത്വമല്ലയോ സൃഷ്ടിതത്വം. ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ്, കാറ്റ്, വെള്ളം, തീ, ആകാശം. ഇത് പ്രത്യക്ഷത്തിൽ ചേരാൻ വിഷമാണ്. ഇതിനെ ചേർത്തിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രപഞ്ച സൃഷ്ടാവ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കലാകാരൻ നടത്തുന്ന സൃഷ്ടിയും എന്തായിരിക്കണം? ചേരാത്തവയെ ചേർക്കുന്നതായിരിക്കണം. ഇപ്പോൾ സമൂഹം ഇങ്ങനെ വിഘടിച്ച് നിൽക്കാനുള്ള പ്രവണത കാണിക്കുമ്പോൾ അതിനെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് നിർത്തി ഈ ചേർപ്പാണ് എന്ത്? ചേർത്തലാണ് സൃഷ്ടിയുടെ സൗന്ദര്യം. ആ വൈദഗ്ധ്യമാണ് സൃഷ്ടിയുടെ സൗന്ദര്യം. അപ്പോൾ അതാണ് നമ്മൾ ഈ യുവജനോത്സവത്തിൽ ഇവിടെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഒരു സമൂഹത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കലയെ നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം കലാകാരന്മാർ വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്നുണ്ട്. സിനിമയുടെ പേരിൽ, ചില കഥാപാത്രങ്ങളുടെ പേരിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നു. അങ്ങനെയൊക്കെ ഒരു കലയെ ഇപ്പോൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്? അത് ഈ എന്താ പറയുക, സൃഷ്ടികർത്താവായ ദൈവത്തിനെ സംഹാരകർത്താവായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ അത് മനുഷ്യ മനസ്സിൻ്റെ കുഴപ്പമാണ്, അത് ഈശ്വരൻ്റെ കുഴപ്പമല്ല. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ പ്രാദേശിക തലം മുതൽ അന്താരാഷ്ട്ര തലം വരെ ശ്രദ്ധിച്ച സർവ്വസ്ഥലത്തും കലഹപ്രവണതയാണ്. അപ്പോൾ ഈ കലഹം കലയ്ക്ക് വിപരീതമാണ്. കലയിൽ മത്സരം ഒരിക്കലും ശത്രുതയാവാതെ നോക്കുകയോ, തൃശ്ശൂർ പോലെ ഒരു സ്ഥലം അതിന് പറ്റിയതില്ല. ഇവിടെ തൃശ്ശൂർ പൂരത്തിന് കലശലായ മത്സരമുണ്ട്, പുലിക്കളിക്ക് കലശലായ മത്സരമുണ്ട്. അത് ശത്രുതയല്ല. അപ്പോൾ കലഹിക്കാനുള്ള പ്രവണതയെ മാറ്റിക്കൊണ്ട് മനുഷ്യനെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ ഏകമായി കാണാനുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, അതെ, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളണം. വൈവിധ്യമാണ് കല, വൈവിധ്യമാണ് സൃഷ്ടി. സൃഷ്ടിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏകത ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് എല്ലാ കലോത്സവങ്ങളും നൽകുന്ന സന്ദേശം. കലാകാരന് ഒരിക്കലും എന്താ പറയുക, ഒരു വിഭാഗീയമായ കാര്യം ചിന്തിക്കാനേ പറ്റില്ല. ആവിഷ്കാരത്തിൽ വൈവിധ്യമുണ്ട്. അത് വിഭാഗീയതയല്ല, ഒന്നിൻ്റെ തന്നെ പലതരത്തിലുള്ള പ്രകടനമാണ്. അതാണ് സൃഷ്ടി. അതായത് പ്രളയം എന്ന് പറഞ്ഞാൽ ലയം എന്നർത്ഥം. പ്രളയത്തിൽ എന്താ കാണുക? വെള്ളം മാത്രമേ കാണൂ, വേറെ ഒന്നുമില്ല. അത് മതിയോ? പ്രളയം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടി വരിക. അത് നമ്മുടെ ഭാരതീയ മറ്റേ പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ്. പ്രളയം കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടി വൈവിധ്യമാണ്. ഏകം അനേകമാകുന്നതാണ് എന്ത്? സൃഷ്ടി. അപ്പോൾ ആ അനേകത്വത്തെ ബഹുമാനിച്ചുകൊണ്ട്, അതിനാണ് നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായിരിക്കണം ഓരോ കലാകാരൻ്റെയും ലക്ഷ്യം. എങ്ങനെയായിരുന്നു ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന? സ്കൂൾ കോളേജുകൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ ഇങ്ങനെ കലോത്സവങ്ങളുണ്ട്, പക്ഷേ ഇത്ര സജീവമല്ല. പിന്നെ ഞാനാണെങ്കിൽ എന്നെ കലാരംഗത്തേക്ക് പ്രവേശിച്ചത് 22 വയസ്സിലാണ്, നാടക സ്കൂൾ ഡ്രാമയിൽ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷമുള്ള പലതൊക്കെ കാണാൻ പോകാറുണ്ട്. സ്പോർട്സിന് പോകാറുണ്ട്. അത് ഓട്ടംചാട്ടത്തിനൊക്കെ പോയിട്ട് തോറ്റിട്ടേ ഉള്ളൂ, അത് കിട്ടിയില്ല, അത് പോട്ടെ. അതുപോലെ തന്നെ കലാമത്സരങ്ങൾ കാണാൻ പോകാറുണ്ട്. ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന നിലയിൽ അതൊന്നും പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ പങ്കെടുക്കുകയാണെങ്കിൽ ഏത് ഐറ്റത്തിലായിരിക്കും പങ്കെടുക്കാൻ ഒരു താല്പര്യം? ഇപ്പോൾ എനിക്ക് മിടുക്കെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കൂത്ത്, അതുപോലെ ഓട്ടം തുള്ളൽ, അതുപോലെ പാഠകം, അതുപോലെ തന്നെ ഇങ്ങനെ പറയണ എന്ത് കലയുണ്ടോ അതിലൊക്കെ പങ്കെടുക്കാം. അതെ, നരൻ്റെ ഏഷണിയാണല്ലോ നരേഷൻ പറയലാണ് നമ്മുടെ കല. ശരി, എൻ്റെ ആസ്യമാണല്ലേ കുറച്ചും കൂടി താല്പര്യം? കുറച്ചുകൂടി അല്ല, എനിക്ക് അതാണ് നല്ല താല്പര്യം. അതെ, കുട്ടികാലപ്പോഴേക്ക് എനിക്ക് അങ്ങനെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. നേരിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. പക്ഷെ താങ്കൾ ഞാൻ സിനിമയിലൂടെ കാണുമ്പോൾ എപ്പോഴും മുഖത്തൊരു സന്തോഷം, ഒരു ചിരി. ഇപ്പം നേരിട്ട് കാണുമ്പോൾ ഒരു അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഹാസ്യമാണോ ഇഷ്ടം ചോദിക്കാൻ കാരണം? അതങ്ങനെ തന്നെയാണ്. കാരണം ചിരി മനുഷ്യനെ മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട എൻ്റെ ദൃഷ്ടിയിൽ 2 പ്രത്യേകത: ഒന്ന് ചിരിക്കാനുള്ള കഴിവ്, പിന്നെ സംസാരിക്കാനുള്ള കഴിവ്.
പിന്നെ പ്രാർത്ഥിക്കാനുള്ള കഴിവ്, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമല്ല, പ്രാർത്ഥിക്കാനുള്ളൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഫാക്കൽറ്റി ആർക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യനുള്ളൂ. മൃഗമൊന്നും പ്രാർത്ഥിക്കില്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഭാഷ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക, ചിരി നല്ല രീതിയിൽ ഉപയോഗിക്കുക, പൂർവാഭിഭാഷിയാവണത്ര. നമ്മളൊരാളെ കണ്ടാൽ നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങണം, അയാൾ സംസാരിക്കട്ടെ, നിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒന്ന് ഒരു ചെറിയ പുഞ്ചിരി അവരെ നോക്കി നടത്താം. അതെ, അത് വേണം. അപ്പോൾ ഈ ചിരിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പോത്ത് ചിരിക്കുമോ? ഇല്ല. മത്സ്യം ചിരിക്കുമോ? ഇല്ല. ആന ചിരിക്കുമോ? മനുഷ്യൻ മാത്രമേ ചിരിക്കുള്ളൂ. അതിന് ഓഷോ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മനുഷ്യന് മാത്രമേ ബോറടി ഉള്ളൂ, മറ്റു ജീവികൾക്ക് ഇല്ല അത്ര. ഇവിടെ ഒരു ആനയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് മൊത്തത്തിൽ കളർ ആയാനല്ലേ? ആനയും കൂടി ഉണ്ടെങ്കിൽ അത് ഗംഭീര. പക്ഷെ ആന വരുമ്പോൾ അതിൻ്റെ ഒരു ഡൈമെൻഷൻ മാറിയല്ലോ. ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും അവരുടെ കലാവൈഭവം പ്രകടിപ്പിക്കാം. എങ്ങനെ മുതിർന്ന ഇപ്പോൾ ഇത് ഇത്ര വലിയൊരു കലോത്സവം സംഘടിപ്പിക്കുന്നതിനൊരു കലയാണ്. പിന്നെ ഇതിൻ്റെ സ്വർണ്ണക്കപ്പ് കലാസൃഷ്ടിയാണ്, ഇതിൻ്റെ വേദികൾ നിർമ്മിക്കുന്നത് കലാസൃഷ്ടിയാണ്, ദഹനം, പാചകം, ഈ കണ്ട ആൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണ്ടേ. അതായത് 400 പേർക്ക് 500 പേർക്ക് 1000 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്, ഒന്നും വേണ്ട, ഒരു വീട്ടിലെ 4 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴാണ് നമ്മുടെ പഴയ നമ്പൂതിരി 10,000 20,000 ആൾക്കാർ. അത് മാത്രമല്ല, മില്ലറ്റിൻ്റെ പ്രാതസ്മരണീയമായ മില്ലറ്റിൻ്റെ ദോശ വരെ ഉണ്ട് അത്ര. അപ്പം അങ്ങനെ വെറൈറ്റി ഐറ്റംസ്, അത് വലിയ കല അതൊക്കെ. അപ്പം മുതിർന്നവർക്ക് കലോത്സവ സംഘാടനത്തിൽ അവരുടെ കലാവൈഭവം പ്രകടിപ്പിക്കാം, കുട്ടികൾക്ക് അവരുടെ കലാവൈഭവം വേദികളിൽ പ്രകടിപ്പിക്കാം. ഇങ്ങനെ എല്ലാം കൊണ്ടും മൊത്തം കലയായി മാറുന്ന ഒരു സാധനമാണ് ഇത്. 64ാമത് കലോത്സവമാണ്, 64 കലയുടെയും ഉത്സവം. അപ്പോൾ അതാണ് കിഷോറേൻ്റെ ഇവിടുത്തെ കലോത്സവ കാര്യങ്ങളാണ് പങ്കുവച്ചത്. പുള്ളി എന്തായാലും ഹാപ്പിയാണ്.